സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ടാരോയോട് ചോദിക്കുന്നത് ഞാനിപ്പോൾ പോകുന്ന പാതയിൽ എനിക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേജാണ്, ഏത് യാത്രയുടെ ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗൈഡൻസ് ആണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഔട്ട്കം, എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് യാത്രയ്ക്കും ഇതുണ്ടല്ലോ. അപ്പോൾ കറണ്ട് ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വന്നിട്ടുള്ളത് ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറയുന്നത് മിതത്വം എന്ന് പറയുന്ന കാർഡാണ്. അതായത് ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാം, ഇതൊരു ശരിക്കും മാലാഖ പോലത്തെ ഒരു വനിതയാണ്. അവരുടെ കയ്യിലൊരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് അവർ ജലം പകർത്തുന്നുണ്ട്. അതിനർത്ഥം ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുക, ഉള്ളതിൽ ബാലൻസ് കണ്ടെത്തുക എന്ന് പറയുന്ന എനർജിയാണ്. അതായത് എന്ത് കുറവുകളും എന്തുണ്ടെങ്കിലും അതിലൊരു ബാലൻസ് കണ്ടെത്തി മുന്നോട്ട് പോവുക. ഇവർ മാലാഖ എന്ന് ഞാൻ പറയാൻ കാര്യം ഇവരുടെ പുറകിലെ ചിറകുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഒരു സ്പിരിച്വലായിട്ടുള്ള യാത്രയാണിത്. ഇത് നമ്മൾ ഗൈഡൻസ്, എന്ത് ഗൈഡൻസാണ് നമുക്കെന്ന് ചോദിച്ചപ്പോൾ 6 ഓഫ് സോർട്സ് എന്ന് പറയുന്ന യാത്രയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യാത്ര നമ്മൾ ഒരുപാട് ദൂരേക്ക് പോകും. വേറൊരു നല്ല കരയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാൽ അറിയാൻ പറ്റും. ഇതിലും മാലാഖേനെ പോലെ നമുക്ക് പുറകിലൊരു ഇത് കാണാം. ഒരു വഞ്ചിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പാസ്റ്റ് അത് കാറും കോളും നിറഞ്ഞതാണ്. പക്ഷേ പ്രസൻറ്റ് എന്ന് പറയുന്നത് നല്ലതാണ്. ഇവിടെ ഈ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. കാറ്റ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും യാത്രയുടെയാണ്. ഈ യാത്രയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ചോദിച്ചത്. ഈ യാത്രയിൽ നമുക്ക് കിങ് ഓഫ് കപ്സിനെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, വൈകാരികമായിട്ട് നമുക്കൊരു ഇത് തരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന ഒരു പാതയിൽ നമ്മൾ കണ്ടുപിട്ടാൻ സാധ്യതയുള്ളത്, നമ്മൾക്ക് കപ്പെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇമോഷൻ, അതായത് വികാരങ്ങൾ കൊണ്ടും ഇത് തരുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ അറിയുന്നത് ആര് വേണമെങ്കിൽ ആവാം. ഒരു ഫ്രണ്ടാവാം, ചിലപ്പോൾ ഹസ്ബൻഡാവാം, ചിലപ്പോൾ അനിയനാവാം, ചിലപ്പോൾ അച്ഛനാവാം. അപ്പോൾ ആര് വേണമെങ്കിലാവാം. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് ആ സപ്പോർട്ട് കിട്ടും നിങ്ങളുടെ യാത്രയിൽ. ഐ വിഷ് യു വെരി ഗുഡ് ഡേ ആൻഡ് സീ യു ഇൻ ദ ഈവനിങ്.